അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ വനൂറുസ് സമാവാതി വൽ അർള് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധമാകുന്നു ദുആ. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാകുന്നു. ഒരുപക്ഷെ അവന്റെ മുമ്പിലെത്തുന്ന എതിരാളിയെ, ശത്രുവിനെ കായികമായി നേരിടാൻ പ്രാപ്തനല്ല എങ്കിലും ഏറ്റവും വലിയ ആയുധമാകുന്ന പ്രാർത്ഥന അവന്റെ കയ്യിലുണ്ടോ, അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വഇമാദുദ്ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തൂണാകുന്നു ദുആ. ഒരു വസ്തുവിന്റെ തൂണ് എന്ന് പറഞ്ഞാൽ ഭാരമേറിയ ഒന്നിനെ താങ്ങി നിർത്തുന്നത് അതിന്റെ തൂണുകളാണ്. അപ്പൊ എത്രത്തോളം തൂണിന് പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ പ്രാർത്ഥന. ബദറിൽ അത് കണ്ടതാണ്. ബദറിന്റെ രണഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം 300 ചില്ലുവാനം വരുന്ന സ്വഹാബത്ത, മറുഭാഗത്ത് ആയിരങ്ങൾ സർവായുധരായി തമ്പടിച്ചിരിക്കുകയാണ്. പിന്നെയോ പ്രാർത്ഥന എന്ന ആയുധം ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് ആ ആയുധം കൊണ്ടാണ് നബിയും സ്വഹാബത്തും ശത്രുക്കളെ നേരിട്ടത്, വിജയം വരിച്ചു. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് അവന്റെ ഏറ്റവും വലിയ ആയുധമാകുന്നു. വഇമാദുദ്ദീൻ, അവന്റെ ദീനിനെ നിലനിർത്തുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. ബദറിൽ നബിയും സ്വഹാബത്തും പ്രാർത്ഥിച്ചു നേടിയത് കൊണ്ടാണ് ഈ ദീന് ഇങ്ങനെ ഇവിടെ നിലനിൽക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വനൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമി നിറയെ നിന്റെ പ്രാർത്ഥന നൂറാണ്, പ്രകാശമാകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആകാശഭൂമി നിറയെ അത് വലിയ പ്രകാശമായി നിറഞ്ഞു നിൽക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതിലപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ മറ്റെന്തു വേണം സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥനയെ ഒഴിവാക്കുന്നവരാകാൻ പാടില്ല. പ്രാർത്ഥന 3 തരത്തിലാണ് അല്ലാഹു തആല സ്വീകരിക്കുക. 3 രൂപത്തിലാണ് പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുക. ഒന്ന്, ഇമ്മാ അയ്യകൂന അജ്ജല ലഹു ഫിദ്ദുനിയ, ഒരു വിശ്വാസി അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, ഒന്നിരിക്കൽ അല്ലാഹു തആല വളരെ വേഗത്തിൽ അവൻ ഉത്തരം കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും ഉത്തരം കിട്ടും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകട്ടെ. ഒന്നുകിൽ ദുആ ചെയ്താൽ ഉടൻ ഉത്തരം, അല്ലെങ്കിലോ വഇമ്മാ അയ്യകൂന ഇദ്ദഖറ ലഹു ഫിൽ ആഖിറ, പരലോകത്ത് എന്തായാലും അല്ലാഹു ഇതിന് കൂലി കൊടുക്കും. പരലോകത്ത് എന്തായാലും കൂലി കൊടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? ഇപ്പൊ ദുനിയാവില് നമ്മൾ ഇങ്ങനെ അല്ലാഹുവിനോട് ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ ദ്വാരക്കാണ്, പല കാര്യങ്ങൾക്കും ദ്വാരക്കാണ്. പല കാര്യങ്ങളും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. എന്നാലോ ഇതിനെല്ലാം അല്ലാഹു ജല്ല ജലാലു പ്രത്യുപകാരമായി ഒട്ടും കുറയ്ക്കാതെ തന്നെ അല്ലാഹു ആഖിറത്തിൽ 10 മടങ്ങ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് കരുതി ഇവിടെ ഉത്തരം കിട്ടിയില്ല എന്നതിന്റെ പേരിൽ വലിയ നിരാശനാകണ്ട. പിന്നെയോ, നീ കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
ഉറപ്പായും ഒന്നുകിൽ അള്ളാഹു ഇവിടെ ഉത്തരം തരും, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു രൂപം ഇതിനെല്ലാം അള്ളാഹു ഇരട്ടിക്കിരട്ടിയായി ആഖിറത്തിൽ അള്ളാഹു വലിയ നന്മകളാക്കി നമ്മുടെ നന്മ തിന്മകളുടെ തുലാസിൽ അള്ളാഹു വെച്ച് ഭാരം കൂട്ടി അവിടെ നമ്മളെ രക്ഷപ്പെടുത്തും. അപ്പൊ പ്രാർത്ഥിച്ച ഒരാൾ നിരാശനാകേണ്ടതില്ല. ഒരുപക്ഷെ നമ്മൾ ദുനിയാവിന്റെ ആവശ്യമായിരിക്കാം ചോദിച്ചത്, പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നാകാം. ഇനി മൂന്നാമതൊരു രൂപമുണ്ട്, അതാണ് നമുക്ക് ആവശ്യം. ശ്രദ്ധിച്ചു കേട്ടോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ശ്രദ്ധിച്ചു കേട്ടോ. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു രൂപം, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, നിരന്തരമായ ദുആയാ. നിസ്കാരത്തിൽ മുഴുവനും ദുആയാ, നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ദുആയാ. പാതിരാത്രിയുടെ അർദ്ധയാമത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആയാ. സ്വലാത്ത് മജ്ലിസുകളിൽ, പ്രാർത്ഥനാ സദസ്സുകളിൽ എല്ലാം ദുആ 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 തന്നെയാണ്. ഒരുപക്ഷേ ഈ ദുആയ്ക്കൊന്നും അല്ലാഹു പെട്ടെന്ന് ഉത്തരം തന്നിട്ടുണ്ടാകില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ദുആ അല്ലാഹു സ്വീകരിക്കുന്ന മൂന്നാമത്തെ രൂപം വഇമ്മാ അയസ്രിഫ അൻഹു മിനസ്സൂഇ ബിഖദ്രി മാ ദആ. അവൻ ആവശ്യം വരുന്ന സമയം എപ്പോഴോ, അവൻ ആവശ്യമുള്ളത് എപ്പോഴോ, ആ സമയത്ത് അവൻ അല്ലാഹ് രക്ഷിക്കണേ റബ്ബേ എന്ന് വിളിക്കേണ്ടത് പോലുമില്ല. അവന്റെ ആവശ്യം അറിഞ്ഞ് അല്ലാഹു അവന് ഉത്തരം കൊടുക്കുമെന്ന് നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. നമ്മള് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ദുആ സ്വീകരിക്കുന്നത് മൂന്ന് കോലത്തിൽ. ഒന്ന്, അള്ളാഹു ചിലപ്പോ പെട്ടെന്ന് ഉത്തരം തരും, അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ പോലെ ഇരിക്കും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം തരട്ടെ. അതല്ലെങ്കിൽ അള്ളാഹു ദുനിയാവിൽ തരൂല്ല, അള്ളാഹു ആഖിറത്തിൽ ഇതിനെല്ലാം അള്ളാഹു പ്രത്യുപകാരമായി ഇരട്ടിയായി അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു രൂപമാണ് പറഞ്ഞത്. നമ്മുടെ ആവശ്യം അറിഞ്ഞ് അള്ളാഹു നമുക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതുപോലെ ഓർമ്മ വെച്ച നാള് മുതൽ അള്ളാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദുആയാണ്, പ്രാർത്ഥനയാണ്. കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. എത്ര നാളായി ദുആ തുടങ്ങിയിട്ട് ഇതുവരെയും ഉത്തരം കിട്ടിയില്ല എന്ന തോന്നലുണ്ടോ? എന്നാൽ നമുക്ക് ആവശ്യം വരുന്നൊരു സമയം വരോ, നമുക്ക് ആവശ്യം വരുന്നൊരു സമയം വരും. എപ്പോഴാ? നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖലാഇൽ നമ്മെ നേരിടുന്നത് വലിയ ഒരു വിപത്താണ്, ഒരാപത്താണ്. പക്ഷേ നേരത്തെ അഡ്വാൻസായി അല്ലാഹുവിന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ദുആ ചെയ്ത് അഡ്വാൻസ് ആയി വെച്ചിരിക്കുക. ഇപ്പൊ ഒരു ആപത്ത് നേരിട്ടു, റബ്ബേ അല്ലാഹ് എന്ന് വിളിക്കാൻ പോലും സമയം കിട്ടിയില്ല, അല്ലാഹു അവിടെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം നമ്മുടെ ദുആ അവിടെ ഉണ്ട്. അന്നുത്തരം ചെയ്യാഞ്ഞത് ഇന്നിതുപോലെ രക്ഷപ്പെടുത്താനാണ്, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഏത് സമയത്തും അള്ളാഹുവിലേക്ക് കിട്ടുന്ന സമയങ്ങളിൽ കേവല നിസ്കാരം കഴിയുമ്പോൾ ഇമാമിന്റെ ദുആയ്ക്ക് ആമീൻ പറഞ്ഞാൽ പോരാ. ഏതെങ്കിലും മജ്ലിസുകളിൽ പങ്കെടുത്തിട്ട് ഏതെങ്കിലും മശായിഖന്മാർ ഉസ്താദുമാർ ദുആലക്കുമ്പോൾ ആമീൻ പറഞ്ഞാൽ പോരാ. അതൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെയോ ഒറ്റക്കിരിക്കുമ്പോ ധാരാളം അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. അള്ളാഹ് തരും. മൂന്നാലൊരു സ്ഥലത്ത് അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
അന്ത്യനാളിൽ വിചാരണയുടെ ലോകത്തൊരു അടിമയെ അല്ലാഹു വിചാരണ ചെയ്യുന്നു. ആരാ പഠിപ്പിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ അമലുകളൊന്നുള്ള ആളല്ല. പക്ഷേ അയാൾ പോലും അത്ഭുതപ്പെട്ടു മാറി. അയാളുടെ നന്മയുടെ തുലാസില് ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ കൂടി 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 മലക്കുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അയാൾ അത്ഭുതപ്പെടുന്നു, അന്തം വിട്ടു നിൽക്കുകയാണ്. പടച്ച റബ്ബിനോട് അയാൾ അവിടെ പറയും, പടച്ചവനെ ഞാനിതൊന്നും ചെയ്തതല്ലല്ലോ, ഇതിനും വേണ്ടി എന്റെ നന്മയുടെ തുലാസിൽ ഭാരം കൂടാൻ, ഘനം കൂടാൻ, ഇതിനും വേണ്ടി നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ റബ്ബ്. പിന്നെ എവിടുന്നാണ് ഈ റഹ്മത്തിന്റെ മലക്കുകൾ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ തുലാസിൽ ഇങ്ങനെ നന്മകളെ പെറുക്കി പെറുക്കി വെക്കുന്നതല്ലോ? ആ സമയത്ത് അല്ലാഹു ജല്ല ജലാലു ആ സമയത്ത് ഈ അടിമയോട് പറയോ, ഈ നന്മയുടെ തുലാസിൽ എടുത്തു വെച്ച് നിന്റെ നന്മയ്ക്ക് ഭാരം കൂട്ടിയ, നിന്റെ തുലാസിൽ നന്മയ്ക്ക് മുൻതൂക്കം നൽകിയ ഈ അമലുകൾ ഏതെന്നറിയുമോ? നീ ദുനിയാവിൽ ഒരുപാട് എന്നോട് ദുആയിരുന്നല്ലോ, നീ ദുനിയാവിൽ എന്നോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നല്ലോ. സമയം കിട്ടുമ്പോഴെല്ലാം, അവസരം കിട്ടുമ്പോഴെല്ലാം പാതിരാത്രിയുടെ അർദ്ധയാമ തഹജ്ജുദ് നിസ്കരിച്ച് നീ എത്രയോ നേരം കരഞ്ഞെന്നോട് ദുആ ചെയ്തു മോനെ. അതെല്ലാം നിനക്ക് ദുനിയാവിൽ ഞാൻ തന്നില്ല, അതിനൊക്കെ 10 മടങ്ങ് ഇരട്ടിക്കിരട്ടിയായി തരാൻ ആഖിറത്തിലേക്ക് ഞാൻ മാറ്റിവെച്ചിരുന്നു. അതെല്ലാം നിന്റെ ആ പ്രാർത്ഥനകളെല്ലാം ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ നന്മയുടെ തുലാസിലിതാ ഞാൻ വെച്ചു തരുന്നു. ഇതിങ്ങനെ കാണുന്ന സമയോ അന്തം വിട്ട് അന്താളിച്ചു നിന്നുകൊണ്ട് ആ അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു പോകുമ്പോൾ, പടച്ച റബ്ബേ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾക്ക് മുഴുവനോ നീ ആഖിറത്തിൽ എന്റെ നന്മയുടെ തുലാസിലിട്ടു തന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ദുനിയാവിൽ എന്റെ പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കാതെ പലതും ഇവിടേക്ക് മാറ്റിവെച്ചിട്ട് ഇത്രത്തോളം പ്രതിഫലം ഈ പരലോക വിചാരണയുടെ നാളില് നീ എനിക്ക് നൽകാൻ വെച്ചതായിരുന്നുവെങ്കിൽ ആ അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ അത്തരം ആഗ്രഹിച്ചു പോകോ. ഹത്താ യതമന്ന അന്നഹു ലം യകുൻ അജാബഹു ദഅവതൻ ഖത്ത്. അല്ലാഹ്, ഓർമ്മ വെച്ച നാളെ മുതൽ നിന്നോട് ഞാൻ ചോദിച്ച എന്റെ ഒരൊറ്റ ദുആയിക്ക് ദുനിയാവിൽ നീ ഉത്തരം തരാതിരുന്നെങ്കിൽ, എന്റെ ദുആയിക്ക്, എന്റെ പ്രാർത്ഥനകൾക്ക് ദുആയിക്ക് ദുനിയാവിൽ ഉത്തരം തരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആഗ്രഹിച്ചു ആഖിറത്തിൽ. പക്ഷെ ദുനിയാവിലും നമുക്ക് വേണം അല്ലേ? ദുനിയാവിന്റെ ജീവിതമല്ലേ? കഷ്ടപ്പാട് മാറണ്ടേ, പ്രയാസങ്ങൾ മാറണ്ടേ? അപ്പൊ തരും, അള്ളാഹു തരും, തരേണ്ടതൊക്കെ തരും. എല്ലാ റബ്ബിനോട് ചോദിച്ചു തന്നെ വാങ്ങിച്ചിട്ടതല്ലേ?